students, welcome back to Bosco Campus Vision. This is the third lecture on Business Regulatory Framework. I am Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kotti. In the last class, we discussed about the classification of law. There, we discussed international law and municipal law. The municipal law is again classified into municipal public law and municipal private law. Here we are going to discuss municipal public law. This municipal public law is again categorized into three types, that is constitutional law, administrative law and criminal law. Let us see each point in detail. Municipal public law ile first category ആണ് constitutional law. Constitutional law is considered to be the basic as well as supreme law of the country. Constitutional law എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സുപ്രീം ലോയാണ്. അതുപോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യവും കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ വരുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദ സ്ട്രക്ചർ ഓഫ് ദ ഗവൺമെൻറ്. ഇൻ ഇന്ത്യ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഗ്രാൻറ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ തന്നെ സുപ്രീം ലോയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറയുന്നത്. ഭരണഘടനാ വ്യവസ്ഥിതി എന്ന് പറയും. ഇന്ത്യയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരവും അതുപോലെ തന്നെ ഏറ്റവും സുപ്രീം ലോയുമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. ഒരു ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദ സ്ട്രക്ചർ ഓഫ് ദ ഗവൺമെൻറ്. ഇൻ ഇന്ത്യ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഗ്രാൻറ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. Second type is administrative law. Administrative law deals with the powers and functions of administrative authorities, government departments, authorities, bodies, etc. Administrative law il administrative authorities inde powers um functions ne kurichum parayna niyamana administrative law il. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഫങ്ഷൻസും അതിൽ വരുന്ന ബോഡീസും എല്ലാം അവരുടെ അതോറിറ്റീസും അങ്ങനെയുള്ള സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഡീൽസ് വിത്ത് ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്. മുനിസിപ്പൽ പബ്ലിക് ലോയിലെ 3 കാറ്റഗറീസിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ തന്നെ സുപ്രീം ലോയും അതുപോലെ ബേസിക് ആയിട്ടുള്ള ലോയുമാണ്. സുപ്രീം ലോയും കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിൻ്റെ പവേഴ്സും ഫങ്ഷൻസും വരുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ വരുന്നത്. ഇനി തേർഡ് വൺ ഈസ് മുനിസിപ്പൽ പബ്ലിക് ലോയിൽ തേർഡ് പോയിൻ്റ് ആണ് ക്രിമിനൽ ലോ. ക്രിമിനൽ ലോ ജനറലി ഡീൽസ് വിത്ത് ദ ആക്ട്സ് വിച്ച് ആർ പ്രൊഹിബിറ്റഡ് ബൈ ലോ. നിയമം പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ആക്ടുമായി ബന്ധപ്പെട്ടതാണ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. ഇറ്റ് ആൾസോ പ്രിസ്ക്രൈബ് പണിഷ്മെൻറ്റ് ഫോർ ക്രിമിനൽ ഒഫൻസസ്. ക്രിമിനൽ ഒഫൻസസ് ചെയ്ത വ്യക്തികളെ പണിഷ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടി പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ക്രിമിനൽ ലോയിൽ. ക്രിമിനൽ ലോ, ദ ലോ ഡിഫൈൻസ് ദ പ്രൊഹിബിറ്റഡ് ആക്ട്സ് ആസ് ആൻ ഒഫൻസ്. പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ആക്ട്സുകളെ ഒഫൻസായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒഫൻസ് ഏത് വ്യക്തികൾ ചെയ്തിട്ടുണ്ടോ അവരെ പണിഷ് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചും വിവരിക്കുന്നതാണ് ക്രിമിനൽ ലോയിൽ. ഈ 3 ലോസുമാണ് മുനിസിപ്പൽ പബ്ലിക് ലോയിൽ വരുന്നത്. മുനിസിപ്പൽ ലോ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനകത്തുള്ള നിയമവ്യവസ്ഥിതികളാണ് മുനിസിപ്പൽ പബ്ലിക് ലോയിൽ വരുന്നത്. അതിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയും പറയുന്നുണ്ട്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഉണ്ട്,
ക്രിമിനൽ ലോ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും അതുപോലെ സുപ്രീം ലോ ആണ്. ഇന്ത്യയിലാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിൻ്റെ പവേഴ്സും ഫങ്ഷൻസും അതിൽ വരുന്ന സ്ട്രക്ചറും അവരുടെ ബോഡീസിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ റിലേഷൻസും എല്ലാം വരുന്ന നിയമങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ. ക്രിമിനൽ ലോയിൽ എന്ന് പറയുന്നത് നിയമം പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ആക്റ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ക്രിമിനൽ ലോയിൽ. അത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ആക്റ്റുകളെ ഒഫൻസ് ആയിട്ടാണ് പറയുന്നത്. അതുപോലെ ക്രിമിനൽ ഒഫൻസ് ചെയ്തിരിക്കുന്നവരെ പണിഷ് ചെയ്യാനുള്ളതും പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ക്രിമിനൽ ലോയിൽ. ഇത്രയും മുനിസിപ്പൽ പബ്ലിക് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ മുനിസിപ്പൽ പ്രൈവറ്റ് ലോ എന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.